നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഡൽഹി വീണ്ടും കലങ്ങി മറിഞ്ഞ് അവിടെ ഒരു തിരുവനന്തപുരം നഗരസഭയിൽ മുമ്പുണ്ടായിരുന്നത് പോലുള്ള മാലിന്യ സംസ്കരണ പ്രശ്നത്തിലേക്ക് ഡൽഹി മാറിയിരിക്കുകയാണ് അല്ലേ, ഒരു പ്രദേശം മുഴുവൻ. കാരണം സോനം വാങ്ചുക് അവിടെ നിരാഹാരം കിടക്കുന്നു. കൂടെയുള്ള മറ്റുള്ളവർ അവിടെ ഭക്ഷണവും ബഹളവും തീറ്റയും കുടിയും ഒക്കെ ആയിട്ട് അവിടെ അർമാദിച്ചങ്ങ് തീർക്കുന്നു. അങ്ങനെ ഡൽഹി നഗരസഭയ്ക്ക് പോലും ആ പ്രദേശം വൃത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അത് വേറൊരു കാര്യം. പക്ഷേ വാങ്ചുക്കിൻ്റെ അവസ്ഥ വല്ലാത്ത കഷ്ടകരമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അദ്ദേഹത്തിന് ഒന്നുകിൽ ട്രിപ്പ് ഇടണം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. അതാണ് ആവശ്യം. കാരണം വാങ്ചുക്കായിട്ട് എഴുന്നേറ്റ് നടന്ന് പോകില്ല, ടോർച്ച് വാങ്ങുന്നുമില്ല. അങ്ങനെ പോയാൽ സമരം പൊളിഞ്ഞു. അപ്പൊ പിന്നെ വാങ്ങിച്ചുക്കനെ ഒന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് ജോലിക്ക് പോകാമായിരുന്നു എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. അതാണ് അവരുടെ പ്ലീ. അപ്പൊ അവരിപ്പം ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ് അല്ലേ, എത്രയും പെട്ടെന്ന് വാങ്ചുക്കിനെ ഒന്ന് മാറ്റി തരണം. വാങ്ചുക്കിനെ മാറ്റണം എന്ന് പറയുന്നത് ആരാ? വാങ്ചുക്ക് തന്നെ അല്ലേ. എന്നെ ഒന്ന് മാറ്റി തരണമെന്ന് പറയാതെ പറയുകയാണ്. അതായത് വാങ്ചുക്കിന്റെ അഭിഭാഷകൻ രാകേഷ് കുമാർ സൈനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വാങ്ചുക്കിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. 8 കിലോ കുറഞ്ഞു. അദ്ദേഹം ഏത് നിമിഷവും മരണത്തിന് കീഴ്പ്പെട്ടേക്കാം. അതുകൊണ്ട് വാങ്ചുക്കിൻ്റെ ജീവൻ രക്ഷിക്കണം. നമുക്കറിയാം, പണ്ട് റോം ശർമ്മളയൊക്കെ നിരാഹാരം കിടന്ന കഥയൊക്കെ നമ്മൾ കേട്ടാണല്ലോ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സോനം വാങ്ചുക്ക് ഈ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നിരാഹാരം കിടന്നതിൻ്റെ കാരണം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടാണ്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ടായെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. കേന്ദ്ര സർക്കാർ അതിൽ നടപടിയെടുത്തു. എന്തായാലും കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും ഇറങ്ങി വന്നല്ല നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയത്. അത് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പുനഃപരീക്ഷ നടന്നു. അവർക്ക് ഫീസ് ഇത് കൊടുത്തു. ഫീസ് അടയ്ക്കേണ്ട, ആദ്യത്തെ ഫീസിൽ തന്നെ പരീക്ഷ എഴുതാം. അതിൽ ദുഃഖം 2-3 കുട്ടികൾ രാജ്യത്തെമ്പാടുമായിട്ട് ആത്മഹത്യ ചെയ്തു. അത് പരീക്ഷയെ ഫേസ് ചെയ്യാൻ സാധിക്കാതെയുള്ള സമ്മർദ്ദം, അത് മാനസിക സമ്മർദ്ദം കൂടിയപ്പോൾ സംഭവിച്ചതാണ്. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഇവിടെ ഈ സോനം വാങ്ചുക്ക്, അഭിജിത് ദീപ്കെയും കോക്രോച്ച് ജനതാ പാർട്ടിയും കൂടി ഒരു എന്താ പറയുക, വാസ്തവത്തിൽ ഒരു കാര്യം സത്യമാണ്, മോദിക്ക് എതിരില്ല. മോദിയെ എതിർക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷം ഡൽഹിയിൽ ഇല്ല എന്നുള്ള കാര്യം സത്യം. മോദിക്ക് വേണ്ടി ധർമ്മേന്ദ്ര പ്രധാൻ ഇല്ലല്ലോ, വിദ്യാഭ്യാസ മന്ത്രിക്ക്. അദ്ദേഹത്തിനില്ലല്ലോ എതിരെ. അല്ല, ഇവിടെ അതാണ് ഇപ്പോഴും അദ്ദേഹം ആ സ്റ്റേറ്റ് കാറിൽ പോകുന്നു, അതേ വിദ്യാഭ്യാസ മന്ത്രി ഓഫീസിൽ ഇരിക്കുന്നു, ജോലി ചെയ്യുന്നു. അല്ല, ഇവിടെയും സംഭവിച്ചതാണ്. ഇവിടെ എന്താണ്, ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഓഫീസിനടക്കം ഇതിൽ വീഴ്ച വന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്തു, ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയിട്ട് വേറൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ. ധർമ്മേന്ദ്ര പ്രധാന് വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു വകുപ്പ് കൊടുക്കാം, അത്ര വലിയ ഒരു മികച്ച വകുപ്പ് കൊടുക്കണ്ട, വേറൊരു വകുപ്പ് കൊടുക്കാം എന്നൊക്കെ കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കാം എന്നൊരു കൂട്ടർ ചിന്തിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന് വലിയ സമരമൊക്കെ ഉണ്ടാകും, മാറ്റും, എന്തായാലും ഇയാളെ മാറ്റും. അപ്പോൾ ഞങ്ങൾ വന്നൊരു വലിയ സമരമൊക്കെ ചെയ്യുന്നു, ഡൽഹിയിൽ അഴിഞ്ഞാടുന്നു, അവിടെ ബസ്സുകളൊക്കെ തല്ലി തകർക്കുന്നു, സർക്കാർ വാഹനങ്ങൾക്ക് തീയിടുന്നു, ഡൽഹി കത്തിക്കുന്നു. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും? ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമ്പോൾ ഞങ്ങളുടെ വിജയം. ഇന്ത്യയിൽ അതായത് പുതിയ പ്രതിപക്ഷം ഉടലെടുത്തിരിക്കുന്നു. ഇനി കോൺഗ്രസും പപ്പുമോനും കെജ്രിവാളും ബേബിയും ഒന്നും വിഷയമല്ല. വേറെ ഒരു പാർട്ടിക്കും ഇനി പ്രസക്തിയില്ല. ഞങ്ങൾ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് ഇതാ വരാൻ പോകുന്നു. ഇന്ത്യയിലെ ജെൻസി എന്നൊക്കെ പറഞ്ഞ് ചിലർ കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കി. അപ്പോൾ കൈ നനയാതെ മീൻ പിടിക്കാൻ നോക്കിയപ്പോൾ അവരുടെ ആദ്യത്തെ ഇത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം സമരം പ്രഖ്യാപിക്കുന്നു. അവിടെ സമരത്തിന് 7 ദിവസം മുമ്പേ നോട്ടീസ് കൊടുക്കണം. ഇതങ്ങനെയല്ല, പെട്ടെന്ന് സമരം പ്രഖ്യാപിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ വലിയ കോലാഹലം. ഡൽഹി പോലീസ് എന്ത് ചെയ്തു? രാവിലെ എയർപോർട്ടിൽ ചെന്ന് വീരോചിതമായ സ്വീകരണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, വരൂ ജന്തർ മന്ദറിലേക്ക് പോകാം, സമരത്തിന് എല്ലാ പിന്തുണയും. ഉടനെ തന്നെ അടിച്ച് കൈ കൊടുത്ത്, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ആരംഭിച്ച് ഇന്ന സമയത്ത് അവസാനിക്കുന്ന തരത്തിൽ സമരം നടത്താം. അവിടെ തന്നെ ചീറ്റി. അപ്പോൾ അവിടെ വിചാരിച്ചെന്നു വെച്ചാൽ പോലീസ് എതിർക്കുമ്പോൾ ആൾ കൂടും, അപ്പോൾ വലിയ കലാപം
വലിയ കലാപം അഴിച്ചുവിടുക എന്നുള്ളതാണ്. നമ്മൾ CAA വിരുദ്ധ സമരത്തിലൊക്കെ കണ്ടതുപോലത്തെ ഒരു കലാപം ഡൽഹി നഗരത്തിൽ അഴിച്ചുവിടുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അത് ആദ്യത്തെ പണി തന്നെ ചീറ്റിപ്പോയി. അപ്പോൾ കാണാം ജന്തർ മന്ദറിൽ വന്ന് സമരമൊക്കെ ഇരുന്ന് ഈ നമ്മുടെ ലഡാക്കിലെ സ്വാതന്ത്ര്യ പോരാട്ടം അറിയാമല്ലോ, ലഡാക്കിന് മോചനം വേണം എന്നും പറഞ്ഞ ഒരുത്തൻ ഇറങ്ങി 5 ചെറുപ്പക്കാർ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു അല്ലേ. എന്നിട്ടാണ് അവിടെ ജയിലിലായി പിടിച്ച് കുറേ ദിവസം അകത്തിട്ടിരുന്നു. അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഡൽഹിയിൽ വന്ന് ഈ എന്താ പറയുക കലാപ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള പേരാണ് അദ്ദേഹം സമ്പാദിച്ചിരിക്കുന്നത്, സോനം വാങ്ചുക്ക്. അങ്ങനെ ഡൽഹിയിൽ നിരാഹാരം കിടന്നു. ഇപ്പോൾ കുറേ ദിവസങ്ങളായി. സോനം വാങ്ചുക്കിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം മരിക്കാം, അതൊരു ഭരണകൂട കൊലയാണ്, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിൽ ഹർജി പോയിരിക്കുന്നത്. എന്തായാലും ഹർജി അവിടെ നിൽക്കട്ടെ. ഈ സമരത്തിന് 100 പേരെ തികച്ച് കിട്ടുന്നില്ല. സോനം വാങ്ചുക്കിൻ്റെ സമരത്തിന് അഭിജിത്ത് ദീപ്കയ്ക്കൊപ്പം 100 പേര് തികച്ച് അവിടെ ഇല്ല. അവർ വലിയ ആഹ്വാനം നടത്തി രക്ഷിതാക്കളോട് മക്കളെ സമരത്തിന് വിടണം. എന്തിന്? സമരത്തിനല്ല, കലാപത്തിനാണ്. ഈ പിള്ളേരെന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാർ ഈ 18 വയസ്സ് 20 വയസ്സ് 17 വയസ്സെന്നൊക്കെ പറയുമ്പം ഒരു ചോരത്തിളപ്പുള്ള പ്രായമാണ്. ഒരുപാട് ചിന്തിക്കില്ല. റീൽ യുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ചാടി വീണ് അവിടെ എന്തെങ്കിലുമൊക്കെ അക്രമം കാണിക്കും, അപ്പോൾ പോലീസ് വെടിവെപ്പ് ഉണ്ടാവും, കുറച്ച് പേര് മരിക്കും. ഉടനെ അത് ഇന്ത്യ മുഴുവൻ ഒരു വലിയ പ്രക്ഷോഭമാക്കും, ഞങ്ങളതിന് നേതൃത്വം കൊടുക്കും, ബാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കും. അവരുടെ പിന്തുണ ഇവിടെ വേണം. ഇവിടെ ആളില്ലാതായപ്പം കെജ്രിവാളിനെ വിളിച്ചു, പപ്പുവിനെ വിളിച്ചു, പിന്നെ പ്രിയങ്കയെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നഡ്ഡയെ വരെ വിളിച്ചു. എനിക്ക് തോന്നുന്നു ഈ നഡ്ഡയും ധർമ്മേന്ദ്ര പ്രധാനും BJPക്കുള്ളിൽ വിരുദ്ധ ഗ്രൂപ്പുകളിലായി അങ്ങനെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇവർ നഡ്ഡയെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. നഡ്ഡയെ വിളിച്ചു. എന്തായാലും ഇതൊന്നും വർക്കൗട്ടായില്ല. ഇത് മൊത്തം പൊളിഞ്ഞുപോയി. ഇനി അങ്ങനെ ഈ പിള്ളേർ സെറ്റ്, മാതാപിതാക്കളൊന്നും പിള്ളേരെ വിട്ടില്ല, പിള്ളേരൊട്ട് പോയുമില്ല. അപ്പോൾ ജെൻസി കലാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെൻസി സമരം എന്ന് പറയുന്നത് അവിടെ തന്നെ പൊളിഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നോക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട്, ഈ വളരെ ഇതായിട്ട് ബിരിയാണി, നല്ല കോഴി ബിരിയാണിയോ ആട് ബിരിയാണിയോ ഒക്കെ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് അറിഞ്ഞാൽ അവിടെ ചാടി വീഴും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ വലിയ മുസ്ലിം പള്ളികളിൽ, ജമാഅത്തുകളിൽ അവർ ബിരിയാണി സപ്ലൈ ചെയ്യും. അപ്പോൾ നല്ല ഒന്നാം തരം മലബാർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ജാതി മത ഭേദമന്യേ ആൾക്കാർ പോയി നിന്ന് കഴിക്കും. ഇപ്പം നമുക്ക് അറിയാം, ചില അമ്പലങ്ങളിൽ അന്നദാനമുണ്ട് ഉച്ചയ്ക്ക്. ഇപ്പോൾ ഉത്സവത്തിനോടനുബന്ധിച്ച് അന്നദാനമുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ജാതി മത ഭേദമന്യേ പോയി കഴിക്കും. ഭക്ഷണം കഴിക്കാൻ വരുന്നവൻ എന്ത് ജാതി എന്ത് മതം ആരും അന്വേഷിക്കാറില്ല. നിങ്ങൾ മുസ്ലിം വന്നാലും ഹിന്ദു വന്നാലും ക്രിസ്ത്യാനി വന്നാലും അവിടെ വിഷയമൊന്നുമല്ല, ഭക്ഷണമല്ലേ, കഴിക്കട്ടെ. ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു മറ്റേത് അത് നമുക്കൊരു ചടങ്ങിൻ്റെ, ഒരു പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. വർഷത്തിലൊരിക്കലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അല്ലേ. ഇത് അതുപോലെ ബിരിയാണി ഫ്രീ ആയിട്ട് കൊടുക്കാൻ, അന്നദാനം ആടിപൊളി ഉഗ്രൻ ഭക്ഷണം. നോക്കുമ്പോൾ വാങ്ചുക്ക് മാത്രം പട്ടിണി കിടക്കുന്നു. അഭിജിത്ത് ദീപ്കെ തൊട്ട് ഈ വഴിയെ കൂടെ പോകുന്നവൻ വരെ ബിരിയാണി. അത് ഞാൻ അതിൻ്റെ രസകരമായ അതിനൊരു പരിസമാപ്തിയുണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ ബിരിയാണി തിന്നുന്നു, സ്ഥലം വിടുന്നു. അപ്പോൾ വാങ്ചുക്കിനാകെ വട്ടളവി. വാങ്ചുക്ക് പറഞ്ഞു, എടാ ദുഷ്ടന്മാരെ, ഞാനിവിടെ പട്ടിണി കിടന്ന് കോലം കിടന്നു, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല, നീയൊക്കെ ബിരിയാണി തിന്ന് സൂഹിക്കുന്നു. അങ്ങനെ വാങ്ചുക്ക് അഭിജിത്ത് ദീപ്കയോട് പറഞ്ഞു, ഇത് നല്ലതല്ല, ഒരുത്തനെ പട്ടിണി കിട്ടിയിട്ട് അവൻ കാണക്കെ, കുറഞ്ഞ പക്ഷം മാറിയിരുന്നെങ്കിലും തിന്നടാ, അവൻ കാണക്കെ ബിരിയാണി തിന്നുന്നു. അപ്പോൾ അഭിജിത്ത് ദീപ്കെ ഇയാളോട് സോറിയൊക്കെ പറഞ്ഞു. ഇതൊക്കെ രസകരമായിട്ട് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പത്രങ്ങളിലൊക്കെ. അവിടെ ഇത് കോളാണ്. അവിടെ ഒരു വലിയ കോമഡി ആയിട്ടാണ് ഇതിന് നമ്മളെ ഈ ചാനലുകൾ പൊളിറ്റിക്കൽ സറ്റയർ നടത്തുമല്ലോ, ആക്ഷേപഹാസ്യം. അതുപോലെ അവർ ദിവസം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമരപന്തലിലെ ഇത്തരം പരിഹാസ്യമായ റീലുകളെയൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന. അപ്പം വാങ്ചുക്ക് വിചാരിച്ചു, രക്ഷപ്പെട്ടു, ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി വേറൊരാളിനെ അവിടെ കൊണ്ടുവരും, ധർമ്മേന്ദ്ര പ്രധാനെ വേറെ മാറ്റും,
അപ്പോൾ നമുക്ക് ഇത് ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയം, CJPയുടെ വിജയം, ജനതാ പാർട്ടി സമരം തീരും, പക്ഷെ ഞങ്ങൾ വിജയിച്ചു, മുന്നോട്ട് വെച്ച സമരം തീർന്നു കിട്ടിയാലും അത് വേറെ കാര്യം. പക്ഷെ പറയാമല്ലോ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നെഞ്ചും വിരിച്ചു നിന്ന് മോദിയെ ചീത്ത പറയാമല്ലോ, വെല്ലുവിളിക്കാമല്ലോ. ഞങ്ങളുടെ സമരം കോക്രോച്ച് ജനതാ പാർട്ടി CJPയെ കണ്ട് പേടിച്ചു പോയി. പറഞ്ഞത് 2 കോടി ആൾക്കാരുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ വന്നപ്പോൾ 100 പേര് തികച്ചില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ബിരിയാണി തിന്നുന്ന, ആദ്യമൊക്കെ ബിരിയാണി തിന്നാൻ വഴിയെ പോയവനൊക്കെ കയറി, അത് കഴിഞ്ഞപ്പോൾ അവന്മാർ നിർത്തി. കാരണം സമരപ്പന്തലിൽ പിടിച്ചിരുത്തുന്നു, മുദ്രാവാക്യം വിളിപ്പിക്കുന്നു. ഈ വഴിയെ കൂടെ പോകുന്നവന് വേറെ 100 കൂട്ടാൻ കാര്യമുണ്ട്. ഇവിടെ ചുമ്മാ ബിരിയാണി കിട്ടുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ കയറി തിന്നിട്ട് പോയി. അപ്പോൾ പിന്നെ ബിരിയാണി തിന്നാൻ ആളില്ല. ഇപ്പോൾ ബിരിയാണി തിന്നുന്നത് ആരാണെന്നറിയാമോ? അവിടെ കേരള മാപ്രകൾ. കേരള മാപ്ര, അയാളെ ക്യാമറാമാൻ, ക്യാമറ അസിസ്റ്റൻറ്റ്, ഡ്രൈവർ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ വന്നിരുന്ന് ബിരിയാണി തിന്നുന്നു. അവരവിടെ നിന്ന് ഈ റിപ്പോർട്ടൊക്കെ അത്യാവശ്യം എടുക്കുന്നുണ്ട്, പക്ഷെ വാർത്തകളൊന്നും വരുന്നില്ല. കാരണം വാർത്ത ആർക്കും വേണ്ട, ആ ഗതികേടായി. അപ്പോൾ സോനം വാങ്ചുക്ക് അവസാനം കണ്ടൊരു വഴിയാണ് എങ്ങനെയെങ്കിലും പോലീസാണെങ്കിൽ ഇയാളെ പല പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് പോലീസിനെ ചീത്ത വിളിക്കുന്നു, പിന്നെ ഡൽഹി കമ്മീഷണറെ പൂരത്തെറി പറയുന്നു, അതുപോലെ അവിടെ നിൽക്കുന്ന പോലീസുകാരെയൊക്കെ തൊന്തയ്ക്കും തള്ളയ്ക്കും പറയുന്നുണ്ട്. പക്ഷേ അവരനങ്ങുന്നില്ല. മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് അനങ്ങണ്ട, അതുകൊണ്ട് അവരനങ്ങുന്നില്ല. സോനം വാങ്ചുക്ക് പഠിച്ച പണി 18 നോക്കിയിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സോനം വാങ്ചുക്കിന് മനസ്സിലായി, ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ചാകുകയുള്ളൂ, ഇവന്മാർ ഒരു തരത്തിലും എന്നെ അറസ്റ്റ് ചെയ്യില്ല. അതായത് പറയാനും വയ്യ, സമരം ഞാൻ നിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കാൻ വയ്യ. പ്രഖ്യാപിച്ചാൽ തീർന്നു, സോനം വാങ്ചുക്കിൻ്റെ കട പൂട്ടി. മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ ബിരിയാണിയൊക്കെ സപ്ലൈ ചെയ്യാനാണ് ഇവർക്ക് എവിടുന്ന കാശ്? ഈ CJPക്ക് എവിടുന്നാണ് കാശ്? ഇത് കൃത്യമായിട്ട് വിദേശ ഫണ്ട് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാളും വലിയ എന്തെങ്കിലും ഇനി പാഴൂർ പടിപ്പുര പോയിട്ട് കവടി നിരത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം 2 ദിവസം മുമ്പ് നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചൊരു വിദ്വാൻ അമേരിക്കക്കാരൻ നാവിക കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സസ് പിന്നെ ജോർദാൻ ബ്രൗൺ പിടിയിലായി. അതിനു മുമ്പ് മാത്യു ഡൈക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ പിടിയിലായി. ഈ അമേരിക്കൻ നാവികസേനയുടെ കമാൻഡോ സ്പെഷ്യൽ ഫോഴ്സസ് സംഘം ഇയാളെ അവിടുന്ന് പിടിക്കുന്നു, ഇന്ത്യയിൽ നിന്നും തിരിച്ച് നേപ്പാളിൽ രക്ഷപ്പെടാൻ. കാരണം അയാൾ ശ്രീലങ്കയിൽ ഗോവയിൽ വന്ന് കടൽമാർഗം ഗോവയിൽ വന്നിട്ട് അനധികൃതമായിട്ട് ഒരു യാത്രാരേഖയും ഇല്ലാതെ ഗോവയിൽ നിന്ന് സഞ്ചരിച്ച് UP വഴി നേപ്പാളിൽ പോകാൻ ഈ ജെൻസി സമരം ഉണ്ടല്ലോ, വാങ്ചുക്കിന്റെ ജെൻസി സമരത്തെ പരമാവധി പ്രൊമോട്ട് ചെയ്യാൻ വന്ന ആളാണ്. ഈ സമരം കൊണ്ട് ചുക്കും നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ തിരിച്ച് അടുത്ത നേപ്പാളിലേക്ക് അയാളെ സ്റ്റാൻഡ് പിടിക്കാൻ വേണ്ടി പോയ വഴിക്കാണ്. അപ്പൊ ഇയാളും പോയി. ആകെപ്പാടെ അമേരിക്കൻ തുണ അതും പോയി. അല്ല, ചുരുക്കി പറഞ്ഞ ഈ നമ്മുടെ സോറോസിന്റെ പണം കണക്കറ്റ് വന്നുകൊണ്ടിരുന്നത് കുറെ പേര് ബിരിയാണി കഴിച്ചു. ഇയാൾ തിരിച്ചു പോയി. ജോനാഥൻ തിരിച്ചുപോയി. പോണ വഴിക്ക് പിടിയിലായി. അതുപോലെ എല്ലാ പ്ലാനിങ്ങും ഇനി എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പായ മടക്കി ചുരുട്ടി ഒന്ന് എഴുന്നേറ്റ് പോവാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഡൽഹി പോലീസിനെ വിളിക്കുക. അവര് പക്ഷേ ആ പ്രദേശത്തില്ല. ഒന്ന് വിളിച്ചാൽ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ അറസ്റ്റ് ചെയ്ത വണ്ടി കയറ്റിയിട്ട് ആ വളവ് തിരിഞ്ഞ് അപ്പുറത്ത് വിട്ടാൽ മതി, ഞാൻ ഇറങ്ങി വീട്ടിൽ പോക്കോളാം. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും അനങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ രാകേഷ് കുമാറിനെ കൊണ്ട് അഭിഭാഷകരെ ഹർജി കൊടുപ്പിച്ചിരിക്കണം. സോനം വാങ്ചുക്ക് ഇപ്പോൾ ചത്തുപോകും. പണ്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു നടന്നു, അറിയാമല്ലോ, അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയപ്പോൾ നമ്മുടെ PDPയുടെ വർക്കിംഗ് പ്രസിഡൻറ്റോ വർക്കിംഗ് ചെയർമാനോ ഒക്കെ ആയ പൂന്തറ സിറാജ് മദനി ഇപ്പം മരിച്ചു പോകും, മദനിയുടെ ജീവൻ രക്ഷിക്കൂ, ഞങ്ങൾ കാല് പിടിച്ച് കേഴുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തെല്ലാം ബഹളം, ഉരുള് നേർച്ച, എന്തൊക്കെയാണ് നടത്തിയത് PDPക്കാർ. മദനി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പൂന്തറ സിറാജ് മരിച്ചുപോയി. അദ്ദേഹത്തിന് രോഗമായി, കിഡ്നി കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് മരിച്ചുപോയി. എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറാണ് ചികിത്സിച്ചത് കേട്ടോ. അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം പെട്ടെന്നാണ് രോഗം അങ്ങ് മൂർച്ഛിച്ചത്. പക്ഷേ അബ്ദുൽ നാസർ മദനി ഹൈലി ക്രോണിക് ഷുഗറാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ജാമ്യത്തിലൊക്കെയാണ്, പക്ഷെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുപോലെയാണ് സോനം വാങ്ചുക്കിൻ്റെ കാര്യവും. വാങ്ചുക്ക്
ഈ പഠിച്ച പണി 18 നോക്കി ഒരു രക്ഷയില്ല. ഇനിയിപ്പം ഇവിടെ പട്ടിണി കിടന്ന് ചാവും. കാരണം ഡൽഹി പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല. ഇയാൾക്ക് എണീറ്റ് ഹോസ്പിറ്റലിൽ പോകാനും വയ്യ, ഭക്ഷണം കഴിച്ചാൽ അവിടെ എല്ലാം CCTV ക്യാമറയൊക്കെ ഉണ്ട്. BJP-കാർ ഇത് മുഴുവനും പിടിച്ച് വെളിയിൽ വിടും. അതുകൊണ്ട് അതും പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ജൻസി കലാപം വരുന്നുണ്ടോ, മഴ എപ്പോൾ പെയ്യും, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇങ്ങനെ നോക്കുന്നത് പോലെ ഇയാൾ ഇങ്ങനെ നോറ്റിരിക്കുകയാണ്. അപ്പുറത്ത് മറ്റവന്മാരല്ല, അഭിജിത് ദീപ്കയും ടീമും മൃഷ്ടാന്നം ഇയാളെ മുന്നിൽ വെച്ച് ബിരിയാണി അടിച്ച് തിന്നു കൊഴുക്കുക. അതായത് കേന്ദ്ര സർക്കാർ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നില്ല, ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുന്നില്ല, പിന്നെ കോടതി ഇതിൽ ഇടപെടുന്നില്ല, ഡൽഹി പോലീസ് അനങ്ങുന്നില്ല, പിന്നെ കേന്ദ്ര സർക്കാർ പോലും ഇതിനെപ്പറ്റി കമാന്ന് ഡൽഹി സർക്കാർ പോലും ഡൽഹി കോർപ്പറേഷനും BJP ആണ്. BJP അവരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം ജനവും അതുവഴി പോകുന്ന ജനവും തിരിഞ്ഞു നോക്കുന്നത്. അത് മാത്രമല്ല, ഈ മാപ്രകളെന്ന് പറഞ്ഞില്ലേ, അവിടെ ഒന്ന് തിന്നു മുടിക്കുന്നു. ഇത് കേരള മാപ്രകളെ, മല്ലു മാപ്രകളെ ഉള്ളൂ, ബാക്കി ആർക്കും വേണ്ട, വാർത്തയില്ല അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അക്രമം നടത്താമെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അവിടെ CCTV ഇരിപ്പുണ്ട്, കംപ്ലീറ്റ് പിടിച്ച അപ്പം കേസ് വേറെയാണ്, പിന്നെ ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങില്ല. അത് സോനം വാങ്ചുക്കിന് നന്നായിട്ട് അറിയാം, അഭിജിത് ദീപ്കയ്ക്കും അറിയാം. എന്തായാലും സമരം പൊളിഞ്ഞു, പാളീസായി. കൂറകളുടെ സമരം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൊളിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും കോടതി ഇടപെട്ട് സോനം പോലീസിൻ്റെ അടുത്ത് പറയണം, എടോ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറയണം. അതിനുവേണ്ടി അതിനിടയ്ക്ക് പോലീസ് പറയണം, അല്ല നമുക്കൊരു മെഡിക്കൽ ബോർഡിനെ വിട്ട് ഇയാളുടെ ആരോഗ്യം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് സംഗതി വീണ്ടും പാളി. അവിടെ തന്നെ അതെ, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിന് സംഭവിച്ചിരിക്കുന്ന അമളി എത്ര വലുതാണെന്ന് നോക്കണം. എന്തായാലും മോദിയോടും അമിത്ഷായോടും പിന്നെ BJP-യോടും ഒരു കാര്യത്തിൽ നമുക്ക് അവരോടൊരു ഐക്യദാർഢ്യം പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പദ്ധതി എന്തായാലും കൊള്ളാം. ഒരു ഈ പറയുന്നത് പോലെ ഒരു ദേശവിരുദ്ധ സ്വഭാവത്തോടു കൂടി വന്ന ഈ ഒരു ടീമിനെ ഇതിനേക്കാൾ നല്ല പണി കൊടുക്കാനില്ല. BJP-ക്ക് മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുഴുവനും നന്ദി പറയണം. കാരണം കോൺഗ്രസ് ഉൾപ്പെടെവരെല്ലാവരും ഇതിനെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു. തീർച്ചയായിട്ടും അതാണ് ഈ സമരം പൊട്ടിപ്പൊളിയാനുള്ള പ്രധാന കാരണം.